പോകുമ്പോൾ നേരത്തെ ബുക്ക് ചെയ്ത് പ്ലാൻ ചെയ്തൊക്കെയാണ് പോവാറ്. ഇപ്രാവശ്യം എനിക്ക് അങ്ങനെ പോകാൻ പറ്റിയില്ല. പെട്ടെന്നൊരു തീരുമാനമായിരുന്നു രാവിലെ എഴുന്നേറ്റപ്പോൾ ഒന്ന് നാട്ടിൽ പോയിട്ട് വരാമെന്ന്. ചെറിയതായിട്ട് അങ്ങനെ പ്ലാൻ ചെയ്താൽ പോലും ഞാനൊരു പ്രീ പ്ലാനിങ് സെറ്റ് ചെയ്യാറുണ്ട്. പോയിട്ട് എന്തൊക്കെ ചെയ്യണം, എവിടെയൊക്കെ കാണണം, ബീച്ചിൽ പോകണം, അങ്ങനെയല്ല. 3 ദിവസം 30,000 കാര്യങ്ങളും കൊണ്ടാണ് ഞാൻ കോഴിക്കോടേക്ക് വരാറുള്ളതെന്നാണ് മറ്റൊരു സത്യം. എന്തായാലും പരശുവിൽ ഓടിക്കയറി സൈഡ് സീറ്റും കിട്ടിയപ്പോഴാണ് ശരിക്കും സമാധാനമായത്. വരുന്നതിൻ്റെ തലേ ദിവസം ഞാൻ താമസിക്കുന്ന അടുത്തുള്ളൊരു സെറാമിക് സ്റ്റുഡിയോയിൽ പോയിട്ട് ഞാനൊരു കപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ട് ഒരു കോഫി ലവർ ആയതുകൊണ്ടും അവളുടെ പിറന്നാൾ വരുന്നത് ജാനുവരി മിഡ് ആയതുകൊണ്ടും അന്ന് എനിക്ക് എന്തായാലും ഞാൻ അയക്കുമ്പോൾ ലേറ്റ് ആവും. അപ്പോൾ ഇപ്രാവശ്യം ഒരു പ്രീ ബർത്ത്ഡേ ഗിഫ്റ്റാണ് ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് കരുതിയിട്ട് അതും പാക്ക് ചെയ്തിട്ടാണ് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്തിട്ടില്ല എന്ന് ആ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ അവളൊരു കോഫി ലവർ ആയതുകൊണ്ട് തന്നെ അവൾക്ക് ആ മക്കു ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവിടുന്ന് നേരെ പോയത് ഷവർമ കഴിക്കാനാണ്. പുതിയൊരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് ആസിനെ കൊണ്ടുപോയത്. ഞങ്ങൾ ഫാമിലി ആയിട്ട് എല്ലാവരും പോയി. അവിടുന്ന് ഒരു ഷവർമയും ഞാനൊരു ചായയാണ് ആദ്യം വാങ്ങിച്ചു കുടിച്ചത്. എനിക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. തിരിച്ച് നേരെ പോയത് പരാഗിലേക്കാണ്. പരാഗിൽ പോയപ്പം എനിക്ക് ഒരു കേർട്ടനും പിന്നെ ഒരു ടേബിളിൽ ഒരു കവർ മേടിക്കാനാണ് പോയതെങ്കിലും അവിടുത്തെ മെറ്റീരിയൽ കളക്ഷൻ കണ്ടിട്ട് ഞങ്ങൾ എക്സ്ട്രാ 2-3 ടോപ്പിൻ്റെ മെറ്റീരിയൽ എല്ലാം എടുത്തിട്ടാണ് വന്നത്. വരുന്ന വഴിക്ക് അമ്പലത്തിൽ നിന്നുള്ള ഈ ഒരു പ്രോഗ്രാമും ആനേനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. നാട്ടിൽ നിന്ന് പോയതിനു ശേഷം ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നൊരു കാര്യമാണ് ഇടയിലെ ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഞാൻ കഴിഞ്ഞ 2 വട്ടം പ്ലാൻ ചെയ്തപ്പോഴും രാവിലെ എഴുന്നേറ്റ് പോകാനുള്ള മടി കാരണം മിസ്സായി പോയൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇന്ന് ഞങ്ങൾ എന്തായാലും പോകാമെന്ന് പ്ലാൻ ചെയ്തു. ഞാനും അനിയനും രാവിലെ 5:45 തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ, ഡിസംബർ ആയതുകൊണ്ട്. പക്ഷേ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങളെ പോലെ തന്നെ രാവിലെ എഴുന്നേറ്റ് വന്ന കുറേ പേരുണ്ടായിരുന്നു. ഒരുപാട് നേരം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്കൊരു സീറ്റ് കിട്ടിയത്. ഞാൻ പുട്ടും സ്റ്റൂവാണ് ഓർഡർ ചെയ്തിരുന്നത്. അർഷു അവനൊരു ഉപ്പുമാവും ബീഫ് പിന്നെ കുറച്ച് കൂന്തളും ഓർഡർ ചെയ്തു. എനിക്കതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു കോമ്പിനേഷനായിരുന്നു പഴംപൊരിയും ബീഫും. തിരിച്ചു പോകുന്ന വഴിക്ക് ബീച്ചിലും ഗുജറാത്തി സ്ട്രീറ്റിലൊക്കെ പോയിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് മോർണിംഗ് വ്യൂ ഒക്കെ കണ്ടിട്ടാണ് പോയത്. അതുപോലെ ഇപ്രാവശ്യം ചെന്നിട്ട് ഡ്രോൺ പ്രാക്ടീസ് ചെയ്ത് നന്നായിട്ട് പഠിക്കണം എന്ന് ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയുള്ളൊരു പാടാണ്. അവിടെ നിന്നായിരുന്നു ഞങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ നോക്കിയത്. ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം ഡ്രോണൊക്കെ തൊട്ടിട്ട് ഒരുപാട് കാലമായിട്ടുണ്ടായിരുന്നു. എനിക്ക് പൊതുവേ ഡ്രോൺ ഒരുപാട് ഹൈറ്റിലോട്ട് പറത്താൻ നല്ല പേടിയാണ്, എവിടെയെങ്കിലും സ്റ്റക്കായി പോകുമെന്ന് വിചാരിച്ചിട്ട്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സ് എല്ലാം നല്ലതായിട്ട് ഹെൽപ്പ് ചെയ്തു. നല്ല രസമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു.
രണ്ടാമത്തെ ദിവസം ഞാൻ ചാലിയം ബീച്ചിലാണ് പോയത്. കോഴിക്കോട് ബീച്ചിൽ എപ്പോഴും പോവെങ്കിലും ചാലിയം ബീച്ച് വല്ലപ്പോഴൊക്കെ പോവാറുണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഒരുപാട് ചേഞ്ചസൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. എനിക്ക് കുറച്ചുകൂടി നല്ല ഫോട്ടോസ് എടുക്കണം എന്ന് ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ ക്യാമറയും കൊണ്ടാണ് ഈവനിങ് പോയത്. ലീവ് കഴിഞ്ഞ് തിരിച്ചു വരുന്നതിന് മുന്നേ പരാഗെന്ന് വാങ്ങിച്ച ഫാബ്രിക്സും പിന്നെ റൂം മേക്ക് ഓവറിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഗ്രീൻ കളറ് നെറ്റ് വാങ്ങിച്ചത്, കേർട്ടൻ്റെ കൂടെ മിക്സ് ചെയ്തിടാൻ വേണ്ടിയിട്ട്. അതുമാത്രമല്ല, ഞങ്ങൾ വാങ്ങിച്ച മെറ്റീരിയൽ ഒരു നല്ല നല്ല ഭംഗിയുള്ളൊരു കോട്ടൺ ടോപ്പും എൻ്റെ ഫ്രണ്ടിൻ്റെ ഉമ്മ എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു. സ്റ്റിച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ട് അന്ന് രാത്രി കണങ്കാവിൽ മൂവിക്ക് പോയിട്ടുണ്ടായിരുന്നു. മൂവി കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയത് 1 മണിക്കാണ്. രാവിലെ 9 മണിക്കാണ് ട്രെയിൻ മിസ്സാവും എന്ന് ഓൾമോസ്റ്റ് ഉറപ്പിച്ചിട്ട് ഞാൻ രാത്രി കിടന്നുറങ്ങിയത്. പക്ഷെ എനിക്ക് രാവിലെ ട്രെയിൻ കിട്ടി. അപ്പം എൻ്റെ 3 ദിവസത്തെ കോഴിക്കോട് വിശേഷങ്ങൾ അത്രയേ ഉള്ളൂ. ഇനി ഇങ്ങനെ കുട്ടി കുട്ടി വ്ളോഗ്സൊക്കെ ആയിട്ട് വരാം. Why are you